ജനവിധിയെ അട്ടിമറിച്ചും പ്രതിപക്ഷ പാർട്ടികളെ തകർത്തും ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ കാറ്റിൽ പറത്തിയുമുള്ള ബി.ജെ.പിയുടെ വ്യാജ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ അടിത്തറയെ തകർക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയെയും എൻ.സി.പിയെയും പിളർത്തി അധികാരം പിടിച്ചെടുത്തതിൽ തുടങ്ങി കർണാടകയിലെ ഓപ്പറേഷൻ താമരയിലൂടെ ഒടുവിൽ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെ തകർത്ത് തങ്ങളുടെ അംഗബലം കൂട്ടുന്ന നെറുകേടിലെത്തിയിരിക്കുകയാണ് ബി.ജെ.പിയുടെ കുതിരക്കച്ചവടം. പണവും അധികാരവും ഉപയോഗിച്ച് ജനപ്രതിനിധികളെ വിലക്കെടുത്ത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിവേരറുക്കുകയാണ് ആർ.എസ്.എസ് നയിക്കുന്ന ബി.ജെ.പി സംഘം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ 20 ലോക്സഭാംഗങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിലുള്ള തിരഞ്ഞെടുപ്പ് രംഗത്ത് പോലുമില്ലാത്ത പാർട്ടിയിൽ ലയിച്ചു എന്ന് പറഞ്ഞ ബി.ജെ.പി സഖ്യത്തിന് പിന്തുണ നൽകുകയാണ്. 2023 ഫെബ്രുവരിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹൗറയിലെ ഒരു അടുക്കള പാർട്ടിയാണ് എൻ.സി.പി.ഐ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത ആ പാർട്ടി ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ പാർട്ടികളിലൊന്നായി രായ്ക്കുരാമാനം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി.ജെ.പി നടപ്പാക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ വിഭജിക്കുക എന്ന രാഷ്ട്രീയ കുതന്ത്രം നാണക്കേടിന്റെ പാരമ്യത്തിലെത്തിയത് ജൂലൈ 9 രാജ്യം കണ്ടു. ജൂൺ 8-നും 11-നും ഇടയിൽ സഭയിൽ നിന്ന് രാജിവെച്ച 3 തൃണമൂൽ നേതാക്കളെ ബി.ജെ.പി രാജ്യസഭയിലേക്ക് വീണ്ടും നാമനിർദ്ദേശം ചെയ്തു. സഭയിൽ ടി.എം.സിയെ വിഭജിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയാത്തതിനാൽ വിലക്കെടുത്തവരെ രാജ്യസഭയിൽ നിന്ന് രാജിവെപ്പിക്കുകയായിരുന്നു. ടി.എം.സിക്ക് രാജ്യസഭയിൽ 13 എംപിമാരാണ് ഉണ്ടായിരുന്നത്. പിളർന്നു മറ്റൊരു പാർട്ടിയിൽ ലയിക്കണമെങ്കിൽ 9 പേരുടെ അംഗബലം വേണം. അത് സാധ്യമല്ലാത്തതിനാൽ 3 എംപിമാരെ രാജിവെപ്പിച്ച് രാജ്യസഭയിൽ ഒഴിവ് സൃഷ്ടിച്ചു. തുടർന്ന് ഈ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായി. ബി.ജെ.പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ ടി.എം.സി വിട്ട എംപിമാർക്ക് ബി.ജെ.പി ടിക്കറ്റ് നൽകി. ഇതിന് തൊട്ടു പിന്നാലെ ഇ.ഡിയെ കൊണ്ട് ടി.എം.സിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. പ്രാദേശിക പാർട്ടികളെ ശ്വാസം മുട്ടിക്കാനും പൂർണ്ണമായും ഇല്ലാതാക്കാനും ബി.ജെ.പി നടത്തുന്ന വഴിവിട്ട നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. പ്രാദേശിക പാർട്ടികളെ മാത്രമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന നിർണായക ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ പോലും ഇതേ രീതിയിൽ മരവിപ്പിച്ചത് രാജ്യം കണ്ടതാണ്. ജനങ്ങളുടെ പിന്തുണയോടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ബി.ജെ.പിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇ.ഡി, സി.ബി.ഐ, എൻ.ഐ.എ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ പരമാവധി ദുരുപയോഗം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണപരാജയങ്ങൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ ഊർജ്ജവും നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പാഴായി പോകണമെന്നാണ് ആർ.എസ്.എസ് ബി.ജെ.പി സംഘം ആഗ്രഹിക്കുന്നത്. മൺസൂൺ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന മണ്ഡല പുനർനിർണയം ഉൾപ്പെടെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാകണമെങ്കിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കണം. സംഘപരിവാർ അജണ്ടകളായ ഭരണഘടനയിലെ മതേതരത്വം എടുത്തുകളയൽ, ഒരു രാജ്യം ഒരു ഭാഷ, ഒരു തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടപ്പാക്കണമെങ്കിൽ അംഗബലം 3/2 എത്തിക്കണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മുന്നോട്ട് വെച്ച 400 സീറ്റുകൾ എന്ന പ്രഖ്യാപനം ഇതാ ലക്ഷ്യം വെച്ചായിരുന്നു. നിലവിൽ രാജ്യസഭയിലെ ബി.ജെ.പിയുടെ അംഗബലം 114 ബി.ജെ.പി ടിക്കറ്റിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന ടി.എം.സി എംപിമാരുടെ വരവോടെ ഇത് 117 ഉയരും. സഖ്യകക്ഷികൾക്ക് 26 എംപിമാരുള്ളതിനാൽ രാജ്യസഭയിലെ അവരുടെ മൊത്തം സീറ്റുകൾ 153 ആവും. 3/2 ഭൂരിപക്ഷം എത്താൻ 164 തികയണം. ലോക്സഭയിൽ എൻ.ഡി.എക്ക് 318, ഇന്ത്യ സഖ്യത്തിന് 184, മറ്റുള്ളവർക്ക് 38 സീറ്റുകളാണുള്ളത്. 3/2 ഭൂരിപക്ഷത്തിന് 362 വോട്ടുകൾ ആവശ്യമാണ്. അതിനാൽ സമീപ ഭാവിയിൽ ബി.ജെ.പി കൂടുതൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് നാം കാണേണ്ടി വരും. പാർലമെന്ററി ജനാധിപത്യമോ തിരഞ്ഞെടുപ്പോ ഒന്നുമില്ലാത്തവരാണ് ആർ.എസ്.എസ്. രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവം ഇല്ലാതാക്കി വർഗീയതയിൽ അധിഷ്ഠിതമായ ഏകാധിപത്യത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ് ബി.ജെ.പിയെ മുൻനിർത്തി അവർ നടത്തുന്നത്. ശക്തമായ പ്രതിപക്ഷമില്ലാത്ത, ചോദ്യങ്ങൾ ചോദിക്കാത്ത, വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ഏകകക്ഷി ഭരണത്തിലേക്കുള്ള കുറുക്കുവഴിയാണ് അവർ തേടുന്നത്. എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കി പ്രതിപക്ഷത്തെ പിളർത്തി ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുമ്പോൾ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ 7 പതിറ്റാണ്ട് നീണ്ട ജനാധിപത്യ ചരിത്രവും മൂല്യങ്ങളുമാണ്.